ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ഗുജറാത്തിലെ സൂറത്തിൽ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വാരാണസിയിൽ 20,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും കാശി തമിഴ് സംഗമത്തിനും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരളം, തെക്കൻ തമിഴ്നാട്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നാളെ വരെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം അല്പസമയത്തിനകം ജോഹന്നാസ്ബർഗിൽ. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ സൂറത്ത് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിച്ചു. രാവിലെ സൂറത്ത് വിമാനത്താവളത്തിന്റെ പുതിയ ഇന്റഗ്രേറ്റഡ് ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തിരക്കേറിയ സമയങ്ങളിൽ 1200 ആഭ്യന്തര യാത്രക്കാരെയും 600 അന്താരാഷ്ട്ര യാത്രക്കാരെയും ഉൾക്കൊള്ളാൻ പുതിയ ടെർമിനലിൽ സൌകര്യമുണ്ട്. ഇരട്ട ഇൻസുലേറ്റഡ് റൂഫിംഗ് സിസ്റ്റം, മഴവെള്ള സംഭരണം, സൌരോർജ്ജ സംവിധാനം തുടങ്ങിയ വിവിധ സജ്ജീകരണങ്ങൾ ടെർമിനലിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വജ്ര വ്യാപാര കേന്ദ്രം സൂറത്ത് ഡയമണ്ട് ബോഴ്സും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 35 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഡയമണ്ട് ബോഴ്സ് സൂറത്ത് ഡ്രീം സിറ്റി പദ്ധതിയുടെ ഭാഗമാണ്. 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ബോഴ്സ് 3400 കോടി രൂപ ചിലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ മാറ്റിമറിക്കുന്ന ഒന്നാണ് മികവാർന്ന രത്നങ്ങളുടെ പ്രതീകമായ സൂറത്ത് ഡയമണ്ട് ബോഴ്സ് എന്ന് ഉദ്ഘാടനത്തിന് ശേഷം നടന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, आज सूरत शहर की भव्यता में एक और डायमंड जुड़ गया और डायमंड भी छोटा मोटा नहीं है, बल्कि ये तो दुनिया में सर्वश्रेष्ठ है. इस डायमंड की चमक के आगे दुनिया की बड़ी से बड़ी इमारतों की चमक फीकी पड़ रही है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വാരാണസി സന്ദർശിക്കും. വാരാണസിയിൽ 20,000 കോടിയോളം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഈ വർഷത്തെ കാശി തമിഴ് സംഗമവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. വാരാണസിയിൽ നടക്കുന്ന കാശി തമിഴ് സംഗമത്തിന്റെ 2ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വാരാണസിയിലെ നമോഘട്ടിലാണ് പരിപാടി. ഇന്ന് മുതൽ ഈ മാസം 30 വരെയാണ് കാശി തമിഴ് സംഗമം. ചെന്നൈയിൽ നിന്നുള്ള തമിഴ് സംഗമത്തിനുള്ള ആദ്യ സംഘം ഇന്ന് രാവിലെ വാരാണസിയിലെത്തി. വിവിധ രംഗങ്ങളിൽ നിന്നുള്ള 1400ഓളം പേർ അടുത്ത 2 ആഴ്ച കാലയളവിൽ കാശിയിലെത്തും. പ്രയാഗ്രാജ്, അയോധ്യ തുടങ്ങിയ ഇടങ്ങളും പ്രതിനിധികൾ സന്ദർശിക്കും. കന്യാകുമാരി വാരാണസി തമിഴ് സംഗമം ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. തന്റെ പാർലമെന്റ് മണ്ഡലമായ വാരാണസിയിൽ 2 ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 20,000 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്ന ശ്രീ മോദി വാരാണസിയിൽ നിന്നുള്ള പുതിയ വന്ദേ ഭാരത് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയോടനുബന്ധിച്ചുള്ള പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. തനതായ സാംസ്കാരിക പാരമ്പര്യവും വൈവിധ്യവും ആഘോഷിക്കുന്ന വേദിയാണ് കാശി തമിഴ് സംഗമമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ഉത്കണ്ഠ രേഖപ്പെടുത്തി. ഇത് ഗുരുതരമായ കാര്യമാണെന്നും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ രാഷ്ട്രീയ പാർട്ടികൾ വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഹിന്ദി പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ലോക്സഭാ സ്പീക്കർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും ഗൂഢാലോചന പുറത്തുവരുമെന്ന് ഉറപ്പുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു. സുരക്ഷാ വീഴ്ച ആവർത്തിക്കാതിരിക്കാൻ ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഏജൻസികൾ സമഗ്രമായ അന്വേഷണം നടത്തിവരികയാണെന്ന് അറിയിച്ചു. പ്രതികളുടെ ലക്ഷ്യവും സംഭവത്തിന് പിന്നിലെ ഘടകങ്ങളും അറിയേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സായുധ സേനയുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് നൂതന ആശയങ്ങൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിന് സമീപം ദുണ്ടിഗലിലെ വ്യോമസേന അക്കാദമിയിൽ നടന്ന സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാരമ്പര്യത്തിന്റെയും നവീകരണത്തിന്റെയും സന്തുലനത്തിലൂടെ വിവിധ വെല്ലുവിളികളെ നേരിടാൻ കഴിയുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ VR ചൌധരിയും ചടങ്ങിൽ സംബന്ധിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 2 പേർ ഉൾപ്പെടെ 200-ലധികം പുതിയ ഫ്ലൈറ്റ് കേഡറ്റുകൾ പരേഡിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ CRPF ഓഫീസർ വീരമൃത്യു വരിച്ചു. ഒരു ജവാന് പരിക്കേറ്റു. ബസ്തർ ഡിവിഷനിലെ സുക്മ ജില്ലയിലെ ജഗർഗുണ്ട മേഖലയിൽ രാവിലെയായിരുന്നു സംഭവം. CRPF സംഘം തിരച്ചിൽ നടത്തുന്നതിനിടെ മാവോയിസ്റ്റുകൾ വെടിയുതിർക്കുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർ സുധാകർ റെഡ്ഡിയാണ് വീരചരമം പ്രാപിച്ചത്. പരിക്കേറ്റ ജവാനെ ചികിത്സയ്ക്കായി റായ്പൂരിലേക്ക് കൊണ്ടുപോയി. ആക്രമണത്തെ തുടർന്ന് കൂടുതൽ സേനാംഗങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്.
കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര ഒരു മാസം പൂർത്തിയാക്കി. നവംബർ 15 ആരംഭിച്ച വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ രാജ്യത്തെ 68,000 ഗ്രാമപഞ്ചായത്തുകളിലായി 2.5 കോടിയിലധികം പൌരന്മാർ പങ്കെടുത്തതായി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. ജാർഖണ്ഡിലെ ഖുന്തിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വികസിത് ഭാരത് സങ്കൽപ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് പൌരന്മാരിൽ അവബോധം സൃഷ്ടിക്കുകയും പദ്ധതികൾ പൂർണ്ണമായും ജനങ്ങളിൽ എത്തിക്കുന്നത് ഉറപ്പാക്കി അവരുടെ പങ്കാളിത്തം തേടുകയും ചെയ്യുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. റബ്ബർ മേഖലയുടെ കരുത്ത് വീണ്ടെടുക്കുന്നതിനായി സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. കേരള റബ്ബർ ലിമിറ്റഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ലാറ്റക്സ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനും സിയാൽ മാതൃകയിൽ റബ്ബർ സംഭരണം നടത്താനുമാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആറന്മുള മണ്ഡലത്തിലെ നവകേരള സദസ്സ് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. റാന്നി, കോന്നി, അടൂർ മണ്ഡലങ്ങളിലും ഇന്ന് നവകേരള സദസ്സുകൾ സംഘടിപ്പിക്കും. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ്-19 കേസുകൾ വർദ്ധിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നിലവിൽ സംസ്ഥാനത്ത് 1324 കോവിഡ് കേസുകളുണ്ട്. ഇത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. കോവിഡ്-19ന്റെ പുതിയ വകഭേദമായ JN.1 തിരുവനന്തപുരം സ്വദേശിക്ക് സ്ഥിരീകരിച്ചു. എന്നാൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാന ആരോഗ്യ വകുപ്പുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും എല്ലാ നടപടികളും നിരീക്ഷിക്കുന്നുണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ശബരിമല ക്ഷേത്രത്തിൽ ഭക്തർക്ക് വഴിപാട് നടത്താനായുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിന് സന്നിധാനത്ത് തുടക്കമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് UPI സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം, തെക്കൻ തമിഴ്നാട്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നാളെ വരെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി നിലനിൽക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഇന്നലെ അന്തരിച്ച കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സഹാബിനോടുള്ള ആദരസൂചകമായി രാജ്യത്ത് ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണം. ദേശീയ പതാക ഉയർത്തുന്ന എല്ലാ സ്ഥാപനങ്ങളിലും പതാക പകുതി താഴ്ത്തിക്കെട്ടിയും ഔദ്യോഗിക വിനോദ പരിപാടികൾ ഒഴിവാക്കിയുമാണ് ദുഃഖാചരണം നടത്തുന്നത്. അടുത്ത മാസം നടക്കുന്ന ഖേലോ ഇന്ത്യ ഗെയിംസിന് തമിഴ്നാട് ആതിഥ്യമരുളും. ജനുവരി 19 മുതൽ 31 വരെ ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലായി കായികമേള നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ജോഹന്നാസ്ബർഗിൽ തുടക്കമാകും. KL രാഹുലാണ് ഇന്ത്യയെ നയിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 മത്സരം. നേരത്തെ ഇരു ടീമുകളും തമ്മിൽ നടന്ന 2020 ക്രിക്കറ്റ് പരമ്പര 1-1 സമനിലയിൽ അവസാനിച്ചിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ഹൈദരാബാദ് FCയെ നേരിടും. രാത്രി 8-ന് ഒഡീഷയിലാണ് മത്സരം. പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയിലെ നിരവധി നേതാക്കൾക്ക് പാക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമൻസ് അയച്ചു. പാർട്ടി സ്ഥാപക നേതാവ് അക്ബർ S ബാബർ സമർപ്പിച്ച പരാതിയിന്മേലാണ് സമൻസ്. നാളെ കമ്മീഷന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം. PTI ഉൾപാർട്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് നടപടി. തങ്ങളുടെ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് നടന്ന ഡ്രോൺ ആക്രമണങ്ങൾ തകർത്തതായി അവകാശപ്പെട്ട റഷ്യയും യുക്രൈനും. രാജ്യത്തിന്റെ 11 പ്രദേശങ്ങൾക്കെതിരെ വിക്ഷേപിച്ച 31 ഡ്രോണുകളിൽ 30 എണ്ണവും വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചു. ക്രിമിയൻ മേഖലയിലേക്ക് യുക്രൈൻ തൊടുത്ത 32 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യയും വ്യക്തമാക്കി. ചെങ്കടലിൽ 14 ഹൂതി ആക്രമണ ഡ്രോണുകളെ തകർത്ത് അമേരിക്ക. യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോണുകളെയാണ് മിസൈൽ ഡിസ്ട്രോയർ USS കാർണി തകർത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുജറാത്തിലെ സൂറത്തിൽ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വാരാണസിയിൽ 20,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും കാശി തമിഴ് സംഗമത്തിനും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരളം, തെക്കൻ തമിഴ്നാട്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നാളെ വരെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം അല്പസമയത്തിനകം ജോഹന്നാസ്ബർഗിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.